നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ ഇന്നലെ റയൽ മാഡ്രിഡ് സെൽറ്റ വിഗോയോട് 2-1 ജയിച്ചു കയറി. അവസാന നിമിഷത്തെ ഫെഡെ വാൽവർദയുടെ ഗോളാണ് റയലിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. കളിക്ക് ശേഷം വിനി ജൂനിയർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും സിറ്റിക്കെതിരെ റയലിന് ജയിക്കാൻ കഴിയുമോ എന്ന ചോദ്യം വന്നു. സിറ്റിക്കെതിരെയാണ് ബുധനാഴ്ച അവരുടെ വെഫ ചാമ്പ്യൻസ് ലീഗ് പ്രീ ക്വാർട്ടർ ആദ്യപാദ മത്സരം സാന്റിയാഗോ ബെർണാബുവിൽ കളിക്കാനുള്ളത്. ബുധനാഴ്ച എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് നമുക്ക് ഇന്ത്യൻ സമയം വ്യാഴാഴ്ച പുലർച്ചെ 1:30 ഈ കളി നടക്കുന്നത്. റയലിന് അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയേ പറ്റൂ. കാരണം രണ്ടാം പാദം സിറ്റിയുടെ മൈതാനത്താണ്. അവിടെ പോയി ജയിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് മുമ്പ് പലവട്ടം തെളിഞ്ഞിട്ടുള്ളതുമാണല്ലോ. അതുകൊണ്ട് ജയിച്ചേ പറ്റൂ സിറ്റിക്കെതിരെ. അപ്പോൾ വിനിയോട് ചോദിക്കുകയാണ്, കഴിയുമോ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ഈ ടീമും വെച്ച് ജയിക്കാൻ പറ്റും? അദ്ദേഹത്തിൻ്റെ മറുപടി, നമുക്ക് അന്നേ ദിവസം കാണേണ്ടത് ഒരു ഗ്രേറ്റ് റയൽ മാഡ്രിഡിനെയാണ്. നന്നായിട്ട് ഡൊമിനേറ്റ് ചെയ്യുന്ന, ആക്രമിക്കുന്ന, എല്ലാ ബോളിനായിട്ടും ഫൈറ്റ് ചെയ്യുന്ന ഒരു റയൽ മാഡ്രിഡിനെയാണ് അന്ന് കളിക്കളത്തിൽ കാണേണ്ടത്. ഞങ്ങൾ ആരാധകരോട് പറയുന്നു, അവരെല്ലായ്പ്പോഴും ചെയ്യുന്നത് അന്നും ചെയ്യുക. അതായത് ടീമിനെ മുന്നോട്ട് പുഷ് ചെയ്യുക, ഷൗട്ട് ചെയ്യുക, ബെർണാബ്യൂ എതിരാളികൾക്ക് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സ്ഥലമാക്കി മാറ്റുക. അവരുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ആരാധകരുണ്ടെങ്കിൽ ഞങ്ങൾ കൂടുതൽ സ്ട്രോങ്ങർ ആയിരിക്കും എന്നാണ് വിനി ജൂനിയർ പറഞ്ഞത്. അപ്പോൾ ആരാധകരുടെ പിന്തുണയിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് മേൽ ആധിപത്യം പുലർത്താമെന്നുള്ളൊരു പ്രതീക്ഷ വിനി ജൂനിയർ പങ്കുവെക്കുന്നു. അപ്പോൾ ഇന്നലത്തെ കളി വിനി അത്ര ഒരു മികവിലല്ല കളിച്ചത്. അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി, ഞാൻ കുറച്ച് ടയേർഡായിരുന്നു. കുറേ മത്സരങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിരവധി മത്സരങ്ങളിൽ നിരന്തരം ഞാൻ കളിക്കുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുകൂടി ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും നിരന്തരം കളിക്കേണ്ടി വരും. ഇപ്പോൾ പ്രത്യേകിച്ച് പ്രധാന താരങ്ങളിൽ പലർക്കും പരിക്കേറ്റ് കളിക്കളത്തിന് പുറത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ വിനി ജൂനിയർക്ക് നിരന്തരം കളിക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. അതൊരു എക്സ്ക്യൂസായിട്ട് എടുക്കാത്ത മികച്ച പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് വന്നേ പറ്റൂ. അല്ലാത്ത പക്ഷം റയൽ മാഡ്രിഡിന് അത് തിരിച്ചടിയാകും സിറ്റിക്കെതിരെയുള്ള കളിയിൽ. ഇപ്പോൾ നോക്കുക, ഇന്നലത്തെ കളിയിൽ അദ്ദേഹം 2 കീ പാസുകളാണ് ആകെ കൊടുത്തത്. 28 പാസുകളിൽ 26 കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ 93% പാസിംഗ് ആക്യുറസി. 3 ഷോട്ടുകൾ, 5 ഡ്രിബിളിംഗ് അറ്റംപ്റ്റുകളിൽ 3 സക്സസ്ഫുള്ളായി, 6 ഗ്രൗണ്ട് ഡ്യുവൽസിൽ 4 വിൻ ചെയ്തു. സോ വിനി ഒരു ആവറേജ് പെർഫോമൻസ് നടത്തിയത്. കൂടുതൽ മികവുറ്റ പ്രകടനം സിറ്റിക്കെതിരെ വരേണ്ടതുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.